നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ജാഗ്രത വെടിയരുതെന്ന് ജില്ലാ ഭരണകൂടങ്ങളുടെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഭാരതപ്പുഴയിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ്. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ രാത്രിയിലും രക്ഷാദൌത്യം തുടരുന്നതിന് സൌകര്യമൊരുക്കും. ഓങ്ങല്ലൂർ, കാരക്കാട്, കരിമ്പനക്കൽ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. ആശങ്കയോടെ പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾ. വ്യാപകമായ മണ്ണെടുപ്പ് അപകടാവസ്ഥയ്ക്ക് കാരണമായെന്ന് നാട്ടുകാർ. കനത്ത മഴയിൽ പാഞ്ഞാൾ കിള്ളിമംഗലത്ത് റോഡ് ഒലിച്ചുപോയി. സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ ഗജവീരന് സുഖനീരാട്ട്. പാപ്പാന്മാർ ആനയെ കുളിപ്പിച്ചത് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായി ഭാഗത്തെ വെള്ളക്കെട്ടിൽ. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അന്വേഷണവുമായി വനം വകുപ്പ്. വാർത്തകൾ വിശദമായി. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭാരതപ്പുഴയിൽ പ്രളയ സാധ്യതയുണ്ടെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത വെടിയരുതെന്ന് ഇരു ജില്ലാ ഭരണകൂടങ്ങളും മുന്നറിയിപ്പ് നൽകി. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ആവശ്യമെങ്കിൽ രാത്രിയിലും രക്ഷാദൌത്യം തുടരുന്നതിന് സൌകര്യമൊരുക്കും. നെന്മാറ റെസ്റ്റ് ഹൌസിൽ കളക്ടറുടെയും MLAയുടെയും നേതൃത്വത്തിൽ ചേർന്ന രക്ഷാദൌത്യ സംഘങ്ങളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. നെല്ലിയാമ്പതിയിലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് നെന്മാറ MLA കെ ബാബു, പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ നെന്മാറ ഗസ്റ്റ് ഹൌസിൽ ഉദ്യോഗസ്ഥ രക്ഷാദൌത്യ സംഘങ്ങളുടെ സംയുക്ത യോഗം ചേർന്നത്. ആവശ്യമെങ്കിൽ രാത്രിയിലും രക്ഷാദൌത്യം തുടരുന്നതിന് വെളിച്ചമെത്തിക്കും. ഉരുൾപൊട്ടൽ തടസ്സങ്ങൾ നീക്കുന്നതിന് കാലതാമസമുണ്ടായാൽ മേഖല ഒറ്റപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത, പാലക്കാട് SP, ADM, തഹസിൽദാർമാർ, വനം, NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, PWD, സിവിൽ സപ്ലൈസ്, കൃഷി, ICDS, പോലീസ് തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാടിനൊപ്പം ഞങ്ങളുമുണ്ട് എന്ന മുദ്രാവാക്യവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നെല്ലിയാമ്പതിയിലും ഇടുക്കിയിലുമൊക്കെ ഉൾക്കൊണ്ടിക്കൊണ്ട് മനുഷ്യജീവനുകൾ ഒരു വിലയുമില്ലാതെ കിടക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ആ മരണപ്പെട്ടു പോയവർ, ഈ പ്രകൃതിക്ഷോഭത്തിൽ മരണപ്പെട്ടു പോയവരുടെ മുൻപിൽ അവർക്ക് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ അനുശോചന ദീപം അവർക്ക് വേണ്ടി തെളിയിക്കുകയാണ്. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയത്തുമുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അറിയിച്ചുകൊണ്ടും ദുരന്തഭൂമിയിൽ അതിജീവനത്തിനായി പോരാടുന്നവർക്ക് ഐക്യദാർഢ്യവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ ദീപം തെളിയിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളിത്തേടത്ത്, അബൂബക്കർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP പ്രസാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ്, INTUC മണ്ഡലം പ്രസിഡന്റ് MM നൌഷാദ്, പഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ, ഗണേഷ് ആറ്റൂർ, VK മോഹനൻ, TK വാസുദേവൻ, OM ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ മഴയിൽ പാഞ്ഞാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലം കൊച്ചപ്പൻപടി റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി. 7 കോടി രൂപ ചെലവിട്ട് നബാർഡിന്റെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണ് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും തകർച്ചയിലായത്. 3 ദിവസമായി പെയ്ത ശക്തമായ മഴയിൽ കൊച്ചപ്പൻപടി റോഡും സമീപത്തെ വീടുകളും വെള്ളത്തിലായിരുന്നു. ബുധനാഴ്ച രാവിലെയോടുകൂടി വെള്ളം ഇറങ്ങിയപ്പോഴാണ് റോഡിന്റെ 3/4 ഭാഗവും ഒലിച്ചുപോയതായി അറിയാൻ കഴിഞ്ഞത്. 7 കോടി രൂപ ചെലവിട്ട് നബാർഡിന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച റോഡാണ് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും പ്രളയത്തിൽ ഒലിച്ചുപോയത്. നിരവധി യാത്രക്കാരാണ് കിള്ളിമംഗലത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോകാനായി കൊച്ചപ്പൻപടി റോഡിനെ ആശ്രയിക്കുന്നത്. ഗതാഗത തടസ്സം നേരിടുന്ന ഈ റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ, കാരക്കാട് 12ാം വാർഡിലെ കരിമ്പനക്കൽ അംഗൻവാടി പ്രദേശത്ത് നിവാസികൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളാണ് ഭീഷണി നേരിടുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് വൻതോതിൽ ഇവിടെ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും വൻതോതിൽ മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. 25ഓളം കുട്ടികൾ പഠിക്കുന്ന കരിമ്പനക്കൽ അംഗനവാടിക്കും പള്ളിക്കും 100ഓളം കുടുംബങ്ങൾക്കും ഭീഷണിയായാണ് വൻതോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
ഈ വീടും കാര്യങ്ങൾക്കും വളരെ ഭീഷണിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് 2-3 കുടുംബങ്ങൾ ഇപ്പോൾ മാറി താമസിക്കുന്നുണ്ട്. ഇവരോട് അധികൃതർ വന്നിട്ട് ഇവിടെ മാറിപ്പോകണമെന്ന് പറയാമെന്ന് മാത്രമല്ല, എവിടേക്ക് മാറണം എന്ത് മാറണം എന്നൊന്നും അവർ പറഞ്ഞു. നിങ്ങൾ മാറിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു സേഫ്റ്റിയോ മറ്റു കാര്യങ്ങളോ അതുമില്ല, ഇവർ മാറാൻ പറഞ്ഞു. അതേപോലെ തന്നെ പഞ്ചായത്തിൽ ഇതിന് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ 1 വർഷം മുമ്പ് പഞ്ചായത്തിൽ നടപടി എടുക്കട്ടെ വിചാരിച്ചു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. ആ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 പ്രാവശ്യം പഞ്ചായത്ത് ജീവനക്കാർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തവരെ അതിനുശേഷം നടപടി ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും വീണ്ടും ഇതുപോലെ ഒരു പ്രശ്നം നടത്തി പഞ്ചായത്തിൽ നിന്ന്, അതല്ലാതെ ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. മണ്ണിടിച്ചിലിനെ തുടർന്ന് പല കുടുംബങ്ങളും പ്രദേശത്തു നിന്നും മാറി താമസിച്ചിട്ടുണ്ട്. വലിയൊരു ദുരന്തം വരുന്നതിന് മുൻപ് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ ചവിട്ടിൽ താമസിക്കുന്ന പ്രദേശവാസിയാണ്. ഞാനൊക്കെ എൻ്റെ വീട് ഒഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയിക്കണു. ഇവിടെ വേറെ 2 വീട്, ഒരു പള്ളി, ഒരു ബാലവാടി, ഇങ്ങനെ അപ്പുറത്ത് ഒരു വീട്, 5-6 വീടും 2 സ്ഥാപനം വേറെയുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ഇന്നലെ മുതൽ ഇവിടെ മാറി താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം തരണം. അതാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതലായി പറയാനുള്ളത്. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടലടക്കം വന്ന് നാശം വിതയ്ക്കുമ്പോൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന അപകടങ്ങൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയാണ്. മലമുകളിലെ മരമടക്കം മണ്ണിടിച്ചിലിൽ താഴേക്ക് പതിച്ചിട്ടുണ്ട്. വലിയൊരു ദുരന്തം വരുന്നതിന് മുൻപ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം നാടും വീടും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര കല്ലൂർ നടുവിൽ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിൽ നിന്ന് 1,30,000 രൂപ വില വരുന്ന സാധനങ്ങൾ നഷ്ടമായി. മങ്കര പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ക്ഷേത്രത്തിലെ 2 ദീപസ്തംഭത്തിലുള്ള ഓടിന്റെ 9 തട്ടുകളാണ് മോഷണം പോയത്. കുളത്തിന് മുന്നിലെ ദീപസ്തംഭത്തിൽ നിന്ന് 4 തട്ടും പുറകിലെ ദീപസ്തംഭത്തിൽ നിന്ന് 5 തട്ടുകളുമാണ് മോഷ്ടിച്ചത്. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ട തട്ടുകൾക്ക് 1,30,000 രൂപയോളം വിലപിടിപ്പുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിൽ അതിരാവിലെ കുളിക്കാൻ വന്നവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ക്ഷേത്രം പ്രസിഡന്റ് PR കൃഷ്ണൻകുട്ടി നൽകിയ പരാതിയിൽ മങ്കര പോലീസ് കേസെടുത്തു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ബുധനാഴ്ച സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ക്ഷേത്രത്തിൽ CCTV ഉണ്ടെങ്കിലും മഴ മൂലം ദൃശ്യങ്ങൾ വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം KSRTC സ്വിഫ്റ്റ് ബസ്സിന് പിറകിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു KSRTC സ്വിഫ്റ്റ് ബസ്. ഇതിനിടെ പിറകിലുണ്ടായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ബസ്സിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശം പൂർണ്ണമായും KSRTC സ്വിഫ്റ്റ് ബസ്സിന്റെ പിറകുവശം ഭാഗികമായും തകർന്നു. അപകട വിവരമറിഞ്ഞ് കുന്നംകുളം ലൈഫ് കെയർ ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാതയിലെ വെള്ളക്കെട്ടിൽ ആനയ്ക്ക് സുഖനീരാട്ട്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ പാപ്പാന്മാർ ആനയെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായ് മേഖലയിലെ വെള്ളക്കെട്ടിലാണ് പാപ്പാന്മാർ ആനയെ കുളിപ്പിച്ചത്. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധപാനത്തിനും ആനയൂട്ടിനും എത്തിച്ച വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന കൊമ്പനെയാണ് നടുറോഡിൽ പാപ്പാന്മാർ കുളിപ്പിച്ചത്. ആനയൂട്ടിന് ശേഷം മടങ്ങിവരുന്നതിനിടെ സംസ്ഥാന പാതയിൽ കിടത്തി ആനയെ കുളിപ്പിക്കുകയായിരുന്നു. ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ നിരവധി പേർ പാതയോരത്ത് തടിച്ചുകൂടി. സംസ്ഥാന പാതയിൽ ഈ ഭാഗത്ത് ഒരാനയ്ക്ക് കുളിക്കാൻ മാത്രമുള്ള വെള്ളക്കെട്ടുണ്ടെന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ പ്രളയ ദുരിത മേഖലകളിൽ SDPI ശുചീകരണം നടത്തി. വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കുന്നതിനും പുഴയോരത്ത് താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനും വളണ്ടിയർമാർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ശക്തമായ കാലവർഷത്തെ തുടർന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന വീടുകളിലെ ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനും SDPI വളണ്ടിയർമാർ നേതൃത്വം നൽകി. വെള്ളം കയറിയ വീടുകൾ ശുചീകരിച്ച് വാസയോഗ്യമാക്കിയിട്ടുണ്ട്. നമ്പ്രം SMB, മൈത്രി നഗർ, കുറ്റിക്കാട് കോളനി, തെക്കേ റോഡ്, നിള റോഡ്, പമ്പ് ഹൗസ് റോഡ്, മേച്ചേരിക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായെന്ന് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ SDPI മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ പറഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ ആലഞ്ചേരി, SDTU പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഷൊർണൂർ, യൂണിയൻ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ, തെക്കേ റോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് മൻസൂർ, അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ,
ഷൊർണൂർ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ആഗസ്റ്റ് 3 നടക്കുന്ന കർക്കിടക വാവ് ബലിക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ നടന്നു വരുന്നതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആചാര്യന്മാരായ മണികണ്ഠൻ, ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്നിവർ പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാലത്ത് 3 മണിക്ക് തന്നെ കർമ്മങ്ങൾ ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാതിലക ഹോമവും മഹാസായുജ്യ പൂജയും തദവസരത്തിൽ നടക്കും. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പാർക്കിംഗ് സൗകര്യവും കുളിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാൻ പ്രത്യേകം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഡോക്ടറുടെയും ആംബുലൻസ് സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട്. 5000 പേർക്കുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 10 ആനയോട്ട്, ഇല്ലം നിറ, അഷ്ടദ്രവ്യ, മഹാഗണപതി ഹോമം എന്നിവയും നടക്കും. അന്നേ ദിവസം തന്നെ ഗോദാനവും നടക്കും. ചെറുതുരുത്തിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ മാനേജർ എം.എ. രാജു, ചെയർമാൻ രാമു ചത്തനാഥ്, ഓഫീസ് മാനേജർ എൻ. സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 5000 പേർക്കുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആചാര്യന്മാരായിട്ടുള്ള ശ്രീ PR മണികണ്ഠൻ, അതുപോലെ ഡോക്ടർ ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവരാണ് ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാലത്ത് 3 മണിക്ക് ബലികർമ്മങ്ങൾ ആരംഭിക്കും. അതിനു വേണ്ടുന്ന കൗണ്ടർ വ്യവസ്ഥകൾ വരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ കൗണ്ടർ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്. 2 സൈഡിലായിട്ട് ക്ഷേത്രത്തിനകത്തും പുറത്തും രശീതാക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ജാഗ്രത വെടിയരുതെന്ന് ജില്ലാ ഭരണകൂടങ്ങളുടെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഭാരതപ്പുഴയിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ്. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ രാത്രിയിലും രക്ഷാദൌത്യം തുടരുന്നതിന് സൗകര്യമൊരുക്കും. ഓങ്ങല്ലൂർ, കാരക്കാട്, കരിമ്പനക്കൽ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. ആശങ്കയോടെ പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾ. വ്യാപകമായ മണ്ണെടുപ്പ് അപകടാവസ്ഥയ്ക്ക് കാരണമായെന്ന് നാട്ടുകാർ. കനത്ത മഴയിൽ പാഞ്ഞാൾ കിള്ളിമംഗലത്ത് റോഡ് ഒലിച്ചുപോയി. സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ ഗജവീരന് സുഖനീരാട്ട്. പാപ്പാന്മാർ ആനയെ കുളിപ്പിച്ചത് കുന്നംകുളം വടക്കഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായ് ഭാഗത്തെ വെള്ളക്കെട്ടിൽ. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അന്വേഷണവുമായി വനം വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത നമസ്കാരം.